പബ്ലിക് പ്രോസിക്യൂട്ടർ പി അനീഷയുടെ ആത്മഹത്യയിൽ 2 പേർക്ക് മുൻകൂർ ജാമ്യം. APP ശ്യാംകൃഷ്ണ, അബ്ദുൾ ജലീൽ എന്നിവർക്കാണ് ഉപാധികളോടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്, നൽകും വിവരങ്ങൾ. ശ്യാം, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്? എന്തൊക്കെ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്? വിനിത വേണു, APP അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് രണ്ട് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. APP ശ്യാംകൃഷ്ണ, അബ്ദുൽ ജലീൽ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. രണ്ടുപേരും APP അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ തന്നെ ആരോപണ വിധേയരാണ്. ഇവരെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ ഇവയാണ്. രണ്ടുപേരും അന്വേഷണവുമായി പോലീസുമായി സഹകരിക്കണമെന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 ദിവസം ആഴ്ചയിൽ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നിവയുമാണ് ഉപാധിയുമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അനീഷയുടെ ആത്മഹത്യ. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇവർ രണ്ടുപേരും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ശ്യാം കൃഷ്ണയും ഒപ്പം അബ്ദുൽ ജലീലും ആരോപണ വിധേയരായിരുന്നു. ഇവർ പ്രതിപ്പട്ടികയിലേക്ക് വന്നതും ഈ സാഹചര്യത്തിലാണ് ഇവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതി സമീപിച്ചതും ഹൈക്കോടതി രണ്ടുപേർക്കും മുൻകൂർ ജാമ്യം നൽകിയത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.